ശൈത്യകാലം NHSനെ സംബന്ധിച്ച് കടുത്ത പ്രതിസന്ധിയുടെ നാളുകളാണ്. രോഗികളുടെ എണ്ണമേറുന്ന തണുപ്പ് കാലത്ത് നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ അധികം ജോലി ഏറ്റെടുക്കേണ്ടി വരും. ഇക്കുറി NHS കനത്ത സമ്മർദ്ദത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് ആരോഗ്യ മേധാവികളുടെ മുന്നറിയിപ്പ്. ഫ്ലൂ, നോറോ വൈറസ് പോലുള്ളവ കുതിച്ചുയരുമെന്നാണ് ആരോഗ്യ മേധാവികൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഫ്ലൂ ബാധിതരുടെ എണ്ണം ആശുപത്രിയിൽ 4 ഇരട്ടി കൂടുതലാണ്. COVID-19, റെസ്പിറേറ്ററി സിൻസിറ്റെയർ വൈറസ് എന്നിവയും ഇതിനോടൊപ്പം തന്നെ കറങ്ങുന്നുണ്ട്. NHSൽ ആവശ്യത്തിന് ബെഡ് പോലും ലഭ്യമല്ല എന്നാണ് നഴ്സിംഗ് പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. ഇത് ജീവനക്കാരെ കടുത്ത ആശങ്കയിലേക്ക് തള്ളിവിടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഓരോ ദിവസവും ഇംഗ്ലണ്ടിൽ 95,587 ആശുപത്രി ബെഡുകളിലും രോഗികൾ ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക്. അതായത് 95% ബെഡുകളും ഉപയോഗത്തിലാണ്. വർഷത്തിലെ ഈ സമയത്ത് ഇതൊരു റെക്കോർഡാണ്. ഓരോ ദിവസവും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരിൽ 1099 പേർ ഫ്ലൂ രോഗികളും 39 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നുമുണ്ട്. നോറോ വൈറസ് കേസുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ക്വാഡമിക്കിനെയാണ് NHS അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്ന് NHS ഇംഗ്ലണ്ട് മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ സ്റ്റീഫൻ പ്രോവിസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.